നമസ്കാരം. ഒമാൻ വെറും ഒരു രാജ്യമല്ല, ലോകത്തിലെ വൻ ശക്തികളെ പോലും വിറപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു വൻമതിൽ കൂടിയാണ്. തന്റെ രണ്ടാം ഔദ്യോഗിക കാലാവധി തുടങ്ങി വെറും 16 മാസങ്ങൾക്കുള്ളിൽ ലോക ജനസംഖ്യയിലെ 11-ൽ ഒരാളെ വീതം ഉപരോധങ്ങളുടെയും യുദ്ധഭീതിയുടെയും നിഴലിലാക്കിയ ഒരൊറ്റ പേരേ ഇന്നുള്ളൂ. മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപ്. കാനഡയും ക്യൂബയും മുതൽ വെനിസ്വേലയും പനാമ കടലും വരെ തന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയുടെ യുദ്ധകൊതി ഇപ്പോൾ ഒമാന്റെ പരമാധികാരത്തിന് നേരെയും വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. അവർ എല്ലാവരെയും പോലെ പെരുമാറണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ ബോംബെറിഞ്ഞ് തകർക്കേണ്ടി വരും. ഇത് ട്രംപിന്റെ വെറുമൊരു ഭീഷണിയല്ല. തങ്ങളുടെ അഹങ്കാര ആധിപത്യത്തിന് വഴങ്ങാത്ത ഏതൊരു രാജ്യത്തെയും ആയുധബലം കൊണ്ട് അടിച്ചമർത്തുമെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ 39 കിലോമീറ്റർ വീതിയുള്ളതാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് തോന്നാമെങ്കിലും വലിയ വാണിജ്യ കപ്പലുകൾക്കും സൂപ്പർ ടാങ്കറുകൾക്കും സഞ്ചരിക്കാൻ യോഗ്യമായ ആഴക്കടലിൽ ചാനലുകൾ വളരെ പരിമിതമാണ്. ഇവിടെയാണ് ഭൂമിശാസ്ത്രം ഒമാന് നൽകിയിരിക്കുന്ന തന്ത്രപ്രധാനമായ മേൽക്കൈ അമേരിക്കയെ ആകെ അസ്വസ്ഥമാക്കുന്നത്. കടലിടുക്കിന്റെ വടക്കൻ ഭാഗം, അതായത് ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ആഴം കുറഞ്ഞതും പാറക്കെട്ടുകൾ നിറഞ്ഞതുമാണ്. കൂടാതെ ഹെംഷ്, ലാരാഖ്, ഹോർമൂസ് തുടങ്ങിയ ദ്വീപുകളെ കേന്ദ്രീകരിച്ച് ഇറാന്റെ ശക്തമായ സൈനിക പ്രതിരോധ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള കപ്പൽ ഗതാഗതത്തിനായി അന്താരാഷ്ട്ര സമൂഹം നിശ്ചയിച്ചിട്ടുള്ള ട്രാഫിക് സെപ്പറേഷൻ സ്കീം അനുസരിച്ചുള്ള ഏറ്റവും സുരക്ഷിതവും ആഴമേറിയതുമായ കപ്പൽ ചാലുകൾ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് ഒമാന്റെ പരമാധികാരത്തിലുള്ള മുസന്തം ഉപദ്വീപിനോട് ചേർന്നുള്ള പ്രാദേശിക ജലാശയത്തിലാണ്. വെറും 2 മൈൽ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കുള്ള ഇന്ധനം മുഴുവൻ കടന്നു പോകുന്നത്. ഇറാൻ തന്റെ പക്കലുള്ള ആധുനിക മിസൈലുകളും ഡ്രോണുകളും വേഗമേറിയ യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് ഗതാഗതം തടസ്സപ്പെടുത്താൻ സൈനികമായി പ്രാപ്തമാണെങ്കിൽ, മറുവശത്ത് എന്താണ് അവസ്ഥ? ഒമാൻ തന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കാൻ ശേഷിയുള്ള മറഞ്ഞിരിക്കുന്ന ശക്തിയായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒമാന്റെ പൂർണ്ണമായ സഹകരണവും സുരക്ഷ മേൽനോട്ടമില്ലാതെ ഈ വഴിയിലൂടെയുള്ള ആഗോള വാണിജ്യം പൂർണ്ണമായും അസാധ്യമാണ്. 2026 ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണം, അതായത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, മേഖലയെ വലിയൊരു യുദ്ധകളമാക്കി മാറ്റിയിരുന്നു. അതെല്ലാം നാം കണ്ടതുമാണ്. അപ്പൊ എന്തായാലും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കാൻ അമേരിക്ക നടത്തിയ ഈ ക്രൂരമായ നീക്കത്തിന് മറുപടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമൂസ് കടലിൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധികളിലൊന്നാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. അതായത് എല്ലാവർക്കും ഈ പ്രതിസന്ധി അനുഭവപ്പെട്ടു തുടങ്ങി. 1550-ലധികം വാണിജ്യ കപ്പലുകൾ കടലിടുക്കിന്റെ ഇരുവശത്തുമായി കുടുങ്ങിക്കിടന്നു. അന്താരാഷ്ട്ര കപ്പൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ മുമ്പത്തേക്കാൾ 6 ഇരട്ടിയോളം വർദ്ധിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ ആകെ ഇളകുകയും ചെയ്തു. എന്തായാലും തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക ഒരു ജനതയ്ക്കുമേൽ നമ്മുടെ ഈ യുദ്ധം അടിച്ചേൽപ്പിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നതായി ഇന്ധനത്തിനായി ഈ കടലിടുക്കിനെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് സാധാരണ മനുഷ്യരാണ്. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഒമാൻ എന്ന രാജ്യം തങ്ങളുടെ നയതന്ത്ര മികവോടെ ഇരു കൂട്ടർക്കുമിടയിൽ ഒരു സമാധാന പാലമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് പിന്നാലെയാണ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇറാൻ മെയ് 5-ന് പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി രൂപീകരിച്ചത്. ഈ പുതിയ സംവിധാനം അനുസരിച്ച് കടന്നു പോകുന്ന ഓരോ കപ്പലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന്, 1 ബാരൽ എണ്ണയ്ക്ക് $1 എന്ന തോതിൽ ഗതാഗത ഫീസ് അഥവാ ടോൾ ഇറാനിയൻ കറൻസിയായ റിയാൽ നൽകണമെന്നും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പ് ഇവിടെ സ്പഷ്ടമാണ്. 1982-ലെ ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. അതിലൂടെ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള അവകാശം ന്യായമായുമുണ്ട്.
ഒമാൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതിനാൽ അവർ ഈ നിയമങ്ങളെ മാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എങ്കിലും അത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയുണ്ടായാൽ കപ്പലുകൾ തടയാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇതാണ് തങ്ങളുടെ നിലപാടെന്നും അവർ കൃത്യമായി പറയുന്നുമുണ്ട്.